ഞാനിത് ഓഫീസ് തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്തും എപ്പോഴും വന്നാൽ നിങ്ങൾക്കൊരു സീറ്റുണ്ട്. KPSC വരുന്നത് നാടകത്തിൽ ഒരു 15 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ ഈ 3 വയസ്സിൽ ഇത് അവർ ആ വിക്കിപീഡിയയിൽ എന്തോ എനിക്കറിയില്ല. ഇത്രയും സമാധാനമായിട്ടും ഇത്രയും സന്തോഷമായിട്ടും ഒരു രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നെന്നുള്ളത് ഈ രാജ്യം മാത്രമേ ഉള്ളൂ. നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പിന്നെ മേരി തോമസ് അല്ലേ? തെറ്റില്ലല്ലോ? ഇല്ലല്ലോ. പേര് മാത്യു എന്ന് വിളിച്ചാലും തെറ്റില്ല. കാരണം എന്റെ ഫാദറിന്റെ പേര് മാത്യു ആണ്. ഞാൻ ആദ്യം മേരിക്കുട്ടി മാത്യു ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് മേരി തോമസ് ആയത്. അതുകൊണ്ട് കുഴപ്പമില്ല. ബിൻ മൂസ ട്രാവൽസിന്റെ ഫൗണ്ടറാണ്, മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പൊ 50 വർഷമായിട്ട് ഈ അബുദാബിയിൽ പല സ്ഥലങ്ങളും ഉണ്ട്. ഇല്ല, ഒരു സ്ഥലവും ഇല്ല, അബുദാബി തന്നെ മാത്രം. ഒക്ടോബർ 10-ന് 50-ാം വർഷം തികയും. അതിന് എനിക്കൊരു വേൾഡ് റെക്കോർഡ് ഉണ്ട്. അതായത് 37 വർഷം ഒരു ട്രാവൽ ഏജൻസി, ഒരേ സ്ഥലത്ത്, ഒരേ ഓഫീസ്, ഈവൻ ചെയർ പോലും 2ാമത്തെ പ്രാവശ്യം മാറിയിട്ടുള്ളൂ. അത് ശരി. ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എനിക്ക് വേൾഡ് റെക്കോർഡ് തന്നു. ആണല്ലേ? അവാർഡൊക്കെ തന്നു. അത് നല്ല കാര്യം. അപ്പം നമ്മളൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ പെട്ടെന്ന് ഒരു ടിക്കറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെന്താ, ഒരു പ്രശ്നമില്ല. മതി, അപ്പൊ കിട്ടും. അതെയോ? ടിക്കറ്റ് ഇല്ലെങ്കിൽ ടിക്കറ്റ് ഉണ്ടാക്കി തരും. ഞങ്ങളുടെ ജോലിയില്ലേ ഇത്? പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഈ ട്രാവൽ ഏജൻസി? ഇത് ഇങ്ങനെ ആ ബിസിനസ് എങ്ങനെയുണ്ട്? ഞങ്ങൾ തുടങ്ങിയ കാലത്ത് തുടങ്ങിയത് 89-ലാണ്. അപ്പൊ ഇപ്പം 37 വർഷം കഴിഞ്ഞു. തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ആളുകൾക്ക് ഇന്റർനെറ്റ് ഇല്ല. അപ്പൊ പിന്നെ തന്നെത്താനെ ബുക്ക് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. ഒരു ട്രാവൽ ഏജൻസിയിൽ വന്നാൽ മാത്രമേ അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ബിസിനസ് കൂടുതൽ കിട്ടുമായിരുന്നു, നമ്മളെ തന്നെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് മലയാളത്തിൽ പറയുന്ന ട്രാവൽ ഏജൻസികളും മലയാളികളുള്ളതൊക്കെ ഒത്തിരി കുറവായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഉള്ളത് ലേബർ ക്ലാസ്സിലുള്ള ആളുകളുണ്ടായിരുന്നു. അവരായിരുന്നു ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടവർ. അപ്പൊ ഞാനിത് ഓഫീസ് തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്തും എപ്പോഴും വന്നാൽ നിങ്ങൾക്കൊരു സീറ്റുണ്ട്. വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഇല്ല, അങ്ങനെ ഒരു സീറ്റ് കിട്ടും. എപ്പോൾ വന്നാലും ടിക്കറ്റിൻ്റെ കാര്യത്തിലും ഞങ്ങൾ സഹായിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഏഷ്യനെറ്റ് റേഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അവരുടെ കൂടെ തന്നെ ബിൻ മൂസ സഞ്ചാരി എന്നും പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും രമേഷ് പയ്യന്നൂർ. പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ടിക്കറ്റ് എങ്ങനെ എടുക്കണം, ടിക്കറ്റ് എങ്ങനെ ഇഷ്യൂ ചെയ്യും, ടിക്കറ്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്, ആളുകൾ എങ്ങനെയാണ് തെറ്റൊക്കെ വരുന്നത്, എയർപോർട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെയ്തെന്ന് പറഞ്ഞത് ടൂറ് പോകാനായിട്ട് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോഴും പറ്റും, ആരും പറഞ്ഞു കൊടുക്കാനില്ല. അപ്പം നമ്മുടെ ഈ റേഡിയോ എന്ന് പറയുന്നത് അടുക്കളയിൽ എല്ലാ സ്ത്രീകളും പെണ്ണുങ്ങള് അടുക്കളയിൽ വെച്ച് കേൾക്കും. ആണുങ്ങൾ കേൾക്കുന്നത് വണ്ടി ഓടിക്കും. എല്ലാവർക്കും പറ്റുന്ന ഒരു സമയത്ത് ഞങ്ങൾ പ്രോഗ്രാം വെക്കും. അപ്പൊ ഓരോ രാജ്യങ്ങൾ ഞങ്ങൾ ചൂസ് ചെയ്യും. ആ രാജ്യത്തോട്ട് പോകാനായിട്ട് വിസ എടുക്കണേ എന്ത് ചെയ്യും, ടിക്കറ്റിന് കാണാൻ പറ്റും, എത്ര വിലയാകും എന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തില്ലേലും ഒരു ഐഡിയ ഇവർക്കുണ്ട്. ഈ സ്ഥലത്താണ് പോകേണ്ടത്, ഇതിന് വിസ വേണം, ഇതിന് കാര്യങ്ങൾ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ബിൻ മൂസ സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ റെഗുലറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഷ്യനെറ്റ് മാറി പ്രവാസി റേഡിയോയിലായി. പ്രവാസി ചന്ദ്രസേനെ അറിയായിരിക്കും. ചന്ദ്രസേനായിരുന്നു. ചന്ദ്രസേനെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രാവശ്യം ചന്ദ്രസേൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്കാണ്. ഞാനിപ്പോൾ ഇവിടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇവിടുത്തെ അബുദാബി പ്രസിഡന്റാണ്. ഞങ്ങൾക്കൊരു നല്ല ഗ്രൂപ്പുണ്ട്, നല്ല പ്രോഗ്രാംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പ്രോഗ്രാംസ് ഒക്കെ നല്ലോണം ഉണ്ട്. മെയിനായിട്ട് ഓണം കഴിയുന്നത് ക്രിസ്മസിനെ ഓണം കഴിയത്തുള്ളൂ. ക്രിസ്മസ് വരെ ക്രിസ്മസ് കഴിയുന്നത് പിന്നെ അടുത്ത ഇവിടെ ഈ പൂക്കള മത്സരമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു, ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ലെവലിൽ നടത്തി. ഞാനത് ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. നാട്ടിലെക്കാട്ടിലും ഇവിടെ അതിൻ്റെ പ്രോഗ്രാമൊക്കെ വലിയ അവർ റിഹേഴ്സലൊക്കെ ഭയങ്കര പക്ക ഇതൊക്കെ ചെയ്ത് ഒരു ഉഴപ്പൽ പരിപാടിയല്ല. ഞാൻ കാണിച്ചു തരാം, യു വിൽ നോട്ട് ബിലീവ്. അതുപോലത്തെ കാര്യങ്ങളായിരുന്നു. കാരണം എല്ലാ പിള്ളേരും നല്ല വിമൻസ് ലീഗിന്റെ സെക്രട്ടറിയാണ് ഇവര്. ഞങ്ങളുടെ പിള്ളേർ ഇതെല്ലാവരും കൂടെ പോയിട്ടാണ്. അപ്പം ഇപ്പോഴേ ഞങ്ങളുടെ വേൾഡ് മലയാളി കൗൺസിലിന് ഒരു പുതിയ നീക്കം വന്നിരിക്കുന്നത്, നമ്മൾ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ കുട്ടികളെ ഇതിലോട്ട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട്. സാധാരണ ഇപ്പം വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് ആദ്യമേ തുടങ്ങിയവർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു.
അപ്പോൾ പുതിയ തലമുറയ്ക്ക് അതിലോട്ട് അങ്ങോട്ട് അതെ 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 അതെ. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ അബുദാബിയിലുള്ളതാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പുതിയ തലമുറക്കാർ കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് പ്രോഗ്രാമിൽ വ്യത്യാസമുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ സെറ്റ് കൊണ്ടും ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുത്തുവാണോ? നാട്ടിൽ നിന്ന് വരുത്തുമല്ലേ? എല്ലാം ഭംഗിയായിട്ടുണ്ട്. എല്ലാം അവിടത്തേനെക്കാട്ടി ഭയങ്കര പെർഫെക്ഷൻ തോന്നി എനിക്ക് എല്ലാ കാര്യത്തിലും. കാരണം അവിടെ എന്ന് വെച്ചാലേ ഡാൻസ് മതി റിഹേഴ്സൽ, അങ്ങനെയല്ല, ഭയങ്കര അതിന് വേണ്ടി ഇവിടെ ഉള്ളവർ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഇത് വലിയൊരു അത്ഭുതമായിരുന്നു. ഏതെങ്കിലും എല്ലാവരും ജോലി ചെയ്യുന്ന പിള്ളേരല്ലേ, ഏതെങ്കിലും ഒരു വീട്ടിൽ ആഴ്ച 3 പ്രാവശ്യം കൂടി അവർ റിഹേഴ്സൽ എടുത്ത് പിന്നെ പെട്ടെന്ന് അതിന് മുന്നേ CD കൊടുക്കും. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇത് കണ്ട് പഠിച്ചിട്ട് വന്നിട്ട് പിന്നെ ഫൈനൽ റിഹേഴ്സൽസ് ആണ്. ഞങ്ങൾക്ക് പ്രാവശ്യം ഞങ്ങൾക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പ് അബുദാബിക്ക് കിട്ടി. ആണോ? അത് ബേബി മാത്യു സോമതീരം ആണ് നമ്മളുടെ ഇതിന്റെ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ്, വേൾഡ് ഗ്ലോബൽ പ്രസിഡന്റ്. ചെയർമാനാണ് ഐസക് പട്ടാണി പറമ്പിൽ. പിന്നെ നമ്മൾ ജോണി കുരുവിള പുള്ളിക്കാരനാണ് ഇതിന്റെ ഗ്ലോബൽ അംബാസിഡർ. അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് 1 ലക്ഷം രൂപയായിരുന്നു ഞങ്ങളുടെ സമ്മാനം ഈ ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. അത് എല്ലാവർക്കും വളരെ ഷീൽഡും അവാർഡും ഒക്കെ കൊടുത്തു. അബുദാബി ഞങ്ങളുടെ ടീമിന് കിട്ടി. പിന്നെ എസ്എ റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്ലോബൽ, എനിക്കായിരുന്നു ഫസ്റ്റ്. ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും അല്ലേ, എല്ലാ ഫീൽഡിലും അഭിനയം എല്ലാം. അതെ, അത് നല്ല കാര്യമാണ്. കാരണം നമ്മള് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. വന്ന കാലം എന്ന് പറയുന്നത് 76 ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇപ്പം ഈ വീടിരിക്കുന്ന നമ്മുടെ ഫ്ലാറ്റിരിക്കുന്ന ബിൽഡിംഗ് ഇരിക്കുന്ന ഒക്കെ കടലായിരുന്നു. കടൽ നികത്തിയിട്ടാണ്. അപ്പം ചേച്ചി വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നല്ല കാറ്റെന്ന് പറഞ്ഞു, ഇവിടെ മുഴുവൻ കടലല്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ കടപ്പുറത്ത് വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരൂടെ. ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലമില്ല. നമുക്കൊരു അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ വീടില്ല. ഒരു ചെറിയ 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 വീടുകളേ ഉള്ളൂ. അത് ഒരു മുറിയുള്ള ചെറിയ വീടുകളുണ്ട്. അപ്പം അത് കിട്ടത്തില്ല. കുടുംബമായിട്ട് താമസിക്കാനായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് നമുക്കൊരു ഫ്ലാറ്റൊന്നും ഇല്ലെന്ന്. പിന്നെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച പോലെ വേറെ ആരും അനുഭവിച്ച് കാണത്തില്ല. അതുപോലെ ഉണ്ടായിരുന്നു. എന്നാലും അന്ന് അനുഭവിച്ചപ്പോൾ ഒരു സന്തോഷമല്ലേ അത്. ഇപ്പം 50 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതിനിടയ്ക്ക് 2 കുഞ്ഞുങ്ങൾ അവരെ പഠിപ്പിച്ചു, വലിയ കാര്യം. അതെ, അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മളെല്ലാം പതുക്കെ 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 പതുക്കെ. പക്ഷെ അന്ന് ഞങ്ങൾ മലയാളികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കിവിടെ മലയാളി സമാജം ഉണ്ടായിരുന്നു. ഇന്ത്യ സോഷ്യൽ സെന്റർ ഉണ്ട്, കേരള സോഷ്യൽ സെന്റർ ഉണ്ട്, ഇസ്ലാമിക് സെന്റർ ഉണ്ട്. അപ്പൊ ഞാൻ മലയാളി സമാജത്തിൽ 5 വർഷം ലേഡീസ് വിങ്ങിന്റെ സെക്രട്ടറി ആയിരുന്നു. അവിടെ ആദ്യ സൗന്ദര്യ മത്സരം നടത്തിയത് ഞാനാണ് ഇവിടെ. അതുപോലെ ഒത്തിരി നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും ആരും പോകത്തില്ലായിരുന്നു. അവിടെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഷാനാസ് ബ്യൂട്ടി പാർലർ എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ ബ്യൂട്ടീഷ്യനെ സമയത്തിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെ മോഡലായിട്ട് ഇരുന്ന് കൊടുത്തു. അവസാനം ഈ ആരും ഐബ്രോ തൊടിയിക്കത്തില്ല, ആരും മുഖത്ത് തൊടിയിക്കത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഓഫീസിൽ പോകുമ്പോൾ മിക്കവാറും ലോക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് സ്ലോലി ആ കാലത്തിലാണ് ഞങ്ങൾ പുതിയതായിട്ട് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്നത് സമയത്തിൽ. അതെ അതെ. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഈ രാജ്യത്തിനോട് ഒരു സ്നേഹമല്ലേ? തീർച്ചയായിട്ടും സ്നേഹം മാത്രമല്ല, ഞാൻ ഏത് വേദിയിൽ ചെല്ലുമ്പോഴും ഏത് അവാർഡ് വാങ്ങിക്കുമ്പോഴും ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത്രയും സമാധാനമായിട്ടും ഇത്രയും സന്തോഷമായിട്ടും ഒരു രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നെന്നുള്ളത് ഈ രാജ്യം മാത്രമേ ഉള്ളൂ. അതെ, അതായത് ലോകത്ത് നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്, ഒന്നും ഇത്രയ്ക്ക് നമുക്ക് സമാധാനമായിട്ടിരിക്കാനോ സമാധാനമായിട്ട് നടക്കാനോ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും വർഷം ഇവിടെ ഓഫീസ് നടത്തിയില്ലേ, 37 വർഷമായി. എനിക്കൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഓഫീസിൽ ഒരു പ്രശ്നവും ഇല്ല. എല്ലായിടത്തും നമുക്ക് സപ്പോർട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ വന്ന കാലത്തൊക്കെ ഞങ്ങൾക്ക് തിയേറ്റർ ഉണ്ട്. നമ്മൾ എല്ലാ വർഷവും ഒരു ടിക്കറ്റ് വെച്ചുള്ള നാടകം നടത്തുമായിരുന്നു. ഞങ്ങൾ കേളി, കാദംബരി, ദാഹം, അങ്ങനെ ഒരു കുറേ 5-6 സ്റ്റേജ് നാടകങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റിങ് എക്സിബിഷൻസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്സ് എല്ലാ തരത്തിലുള്ള ആർട്സിലും കൈവച്ചിട്ടുണ്ട്. പിന്നെയാണ് ട്രാവൽ ഏജൻസി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അതിന് കുറച്ചൊക്കെ മാറി. ഇവിടെ ഇരിക്കുന്ന പെയിൻറ്റിങ്സും എല്ലാം എൻ്റേതും മക്കളുടെ പിള്ളേരും ചെയ്യും. അത് മോൻ്റെ കൊള്ളാം മിറർ വർക്കൊക്കെ. ഇപ്പം ഇത്രയും വർഷമായി ഇപ്പം നല്ല സന്തോഷമല്ലേ മാനസികമായിട്ട്? എനിക്ക് തിരക്കായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ എന്തിനാ വെറുതെ ഇരുന്നിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സത്യം.
അങ്ങനെ എല്ലാവരെയും ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒത്തിരി ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുൾ ടൈം ഓരോരോ കാര്യങ്ങളായിട്ട്. ഇന്നലെ എനിക്ക് അബുദാബി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ മീറ്റിംഗ് ആയിരുന്നു. അതിലെ ബെസ്റ്റ് സ്പീക്കറിൻ്റെ സമ്മാനം എനിക്കാണ് കിട്ടിയത്. എന്ത് വിഷയമായിരുന്നു അറിയാമോ? എന്താ വിഷയം? മദർ, ദ പവർ ഓഫ് എ മദർ. അതാണ് ഒരു അമ്മയുടെ പവർ എന്താണെന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഒരു കുഞ്ഞു കുട്ടി തൊട്ടിട്ട് ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ CEO, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഒരു രാജാവ്, ഇവരെല്ലാവരും എവിടെ എത്തിയാലാണ് അമ്മയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും ആരുടെയും അവരുടെ പ്രതാപം എന്ന് പറയുന്നത് ആരും കാണിക്കാത്തൊരു സ്ഥലം അമ്മയുടെ മുന്നിൽ. ശരിയാണ്. ഒരാൾ പോലും ആർഗ്യുമെൻ്റ് ചെയ്ത് ജയിക്കാത്തൊരു സ്ഥലം അമ്മ വിട്ടുകൊടുക്കത്തില്ലല്ലോ. ഇല്ലല്ലോ, വിട്ടുകൊടുക്കില്ല. അമ്മ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അമ്മ പറയുന്നതാണ് ശരി. അതാണ് അമ്മയുടെ പവർ. അതായിരുന്നു വിഷയം. അതായിരുന്നു എനിക്കായിരുന്നു ഇന്നലെ സമ്മാനം കിട്ടിയത്. ഞാനും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും നമുക്കൊരു നല്ലൊരു കുടുംബജീവിതം ഒക്കെ ആയിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിന്ന് മാറി ഇനി സിനിമയിൽ വരാം. അഭിനയം നിർത്തിയായിരുന്നു. അവന് 23 വർഷം നിർത്തി. പിന്നെ അദ്ദേഹം പെട്ടെന്ന് ഒരു അസുഖമൊക്കെ വന്നു. ആയുർവേദം ഞങ്ങൾക്കൊരു വലിയ ഫാക്ടറി, ഞാൻ അതിലങ്ങ് ഭയങ്കരമായിട്ട് ഇൻവോൾവായി. അപ്പോൾ എനിക്ക് കുന്നംകുളം. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റി ഒന്നും ചിന്തിക്കുന്ന കാര്യമില്ല. നല്ല സംതൃപ്തമായ ഒരു ജീവിതം. അദ്ദേഹം കള്ളു കുടിക്കത്തില്ല ഒന്നും. പക്ഷേ ഒരു അസുഖം വന്നു, വെജിറ്റേറ്റീവ് ലിവർ സിറോസിസ് വന്നു. അങ്ങനെ പിന്നെ പ്രമേഹം ഉണ്ടായിരുന്നു ചെറുപ്പം പോലെ. അങ്ങനെയൊക്കെ ആയി. പിന്നെ പെട്ടെന്നായിപ്പോയി. അപ്പം എനിക്കൊരു ഷോക്കായിപ്പോയി. അപ്പം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആയി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരുപാട് പേര് ഉപദേശിച്ചു. നമ്മളങ്ങ് വീണ്ടും ഇങ്ങനെ ഒരു ഇതായിട്ട് നമ്മളൊരു എൻഗേജ്ഡായിരുന്നാൽ നമ്മളിതിനെ പറ്റിയുള്ള കുറച്ച് നമുക്കൊരു ചിന്തകളൊക്കെ കുറച്ചൊന്ന് മാറിക്കിട്ടും. അങ്ങനെയാണ് വീണ്ടും. മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ആയിട്ടില്ല. മോനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ അത് പിന്നെ അവരെയൊക്കെ പഠിപ്പിച്ചു. മോൻ്റെ കല്യാണമൊക്കെ നടത്തി. എന്നാലും എനിക്കൊരു സംതൃപ്തി ഉണ്ട്, എന്നെക്കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ളൊരു സംതൃപ്തി. എത്ര വർഷം ഉണ്ടായിരുന്നു രണ്ടുപേരുടെ? 23 വർഷം. ഞങ്ങൾ 45 വർഷം ജീവിച്ചവരാണ്. പിന്നെ പറഞ്ഞ പോലെ എന്നായാലും അത് തന്നെ നമ്മളെ ഫേസ് ചെയ്തേ പറ്റൂ ഇതൊക്കെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ പാട്ടും കച്ചേരിയൊക്കെ ഉണ്ട്, ഒരുപാട് ചെയ്തിരുന്നു. ഒത്തിരി 10-16 സിനിമയെ പാടി. അതെല്ലാം ഞാൻ നിർത്തിയിട്ടാണ് ഇതിലോട്ട് വന്നത്. വയസ്സ് തൊട്ടിട്ട് തുടങ്ങിയ ആളല്ലേ ഇത്? അല്ലല്ല, 3 വയസ്സ്. അത് തെറ്റാ. ഞാൻ ശരിക്കും പിന്നെ KPSCയിൽ വരുന്നത് നാടകത്തിൽ ഒരു 15 വയസ്സുള്ളപ്പോഴാണ്. ഇത് അവർ ആ വിക്കിപീഡിയയിൽ എന്തോ എനിക്കറിയില്ല. സിനിമയെ വരുന്നതും 68-ലാണ്. അവരെഴുതിയിരിക്കുന്നത് 50. അപ്പോൾ എനിക്ക് എന്തൊരു പ്രായമായിരിക്കണം.